ഏതു കാലത്ത് ജനഹിതം തേടിയാലും പുതുപ്പള്ളിയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നൊരു പേരുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ആവർത്തിക്കപ്പെടാൻ സാധ്യതയൊട്ടും തന്നെയില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ അതികായൻ. കഠിനാധ്വാനത്തിലൂടെയും കുശാഗ്രബുദ്ധിയിലൂടെയും 18 അടവും പറ്റി രാഷ്ട്രീയത്തിന്റെ നാനാവശങ്ങളെയും കാച്ചിക്കുറുക്കി പഠിച്ച പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ്. പുതുപ്പള്ളിയെ ചങ്കിടിപ്പാക്കിയ, അവിടെ ആഴത്തിൽ തന്റെ പ്രിയപ്പെട്ടവരിൽ വേരോടിച്ച മനുഷ്യൻ. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ജനകീയ നേതാവ്. ചീകിയൊതുക്കാത്ത നരച്ച മുടിയും എപ്പോഴും ചിരിച്ച മുഖവുമായി ജനങ്ങൾക്കിടയിൽ ജീവിച്ച അദ്ദേഹം ഒരാവശ്യത്തിന് ഏതു നേരത്തും ആർക്കും ചെന്നുമുട്ടാൻ പാകത്തിലുള്ളൊരു വാതിൽ കൂടിയായിരുന്നു. ഏറെ സ്വാതന്ത്ര്യത്തോടെ ചുറ്റിനും വന്നു പൊതിയുന്ന ജനസാഗരമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ ശക്തി. ദേശീയ തലത്തിലേക്ക് വരെ കോൺഗ്രസിനെ പ്രയോജനപ്പെടുത്താൻ തക്ക സംഘടനാ വൈഭവവും നേതൃപാടവവും കൈമുതലാക്കി അതിവേഗം ബഹുദൂരം മുന്നോട്ടുപോയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട 1943 മധ്യ തിരുവിതാംകൂറിലെ കുമരകത്ത് ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പുതുപ്പള്ളിയിലെ സ്കൂൾ പഠനകാലം അദ്ദേഹത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാക്കി. മധ്യ തിരുവിതാംകൂറിലെ കർഷകർക്കിടയിൽ സജീവമായിരുന്ന കോൺഗ്രസിന്റെ ആശയങ്ങളാണ് ഉമ്മൻചാണ്ടി പിൻപറ്റിയത്. പുതുപ്പള്ളി ഹൈസ്കൂളിലെ KSU പ്രസിഡന്റായിരുന്ന കാലത്ത് ആലപ്പുഴയിൽ ബോട്ടുചെട്ടികൾ കേന്ദ്രീകരിച്ചുള്ള ഒരണ സമരത്തിൽ അദ്ദേഹം പങ്കാളിയായി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നീ പദവികളിലും അദ്ദേഹം തിളങ്ങി. പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരിക്കൽ പോലും കാലിടറിയില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ കന്നി മത്സരം. RSPക്ക് നൽകിയ സീറ്റ് ചുറ്റിക്കറങ്ങി അദ്ദേഹത്തിലേക്ക് എത്തുകയായിരുന്നു. പുതുപ്പള്ളിയിൽ പറ്റിയ സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ RSP ഒഴിവാക്കി. കോൺഗ്രസ് പ്രവർത്തകർ പോലും അദ്ദേഹം ജയിക്കുമെന്ന് കരുതിയില്ല. ചുരുക്കി പറഞ്ഞാൽ അരനൂറ്റാണ്ടിലധികം പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെ സ്നേഹത്തിൽ പൊതിഞ്ഞു. ആർക്കാണ് അദ്ദേഹം ജീവിതത്തിൽ പ്രാധാന്യം നൽകിയതെന്ന് ചോദിച്ചാൽ കുടുംബം പറയുക ഒറ്റ പേര് മാത്രം: ജനങ്ങൾ. 1980 ശക്തി പ്രാപിച്ച ആന്റണി ഗ്രൂപ്പ് യുദ്ധത്തിൽ A ഗ്രൂപ്പിന്റെ കോട്ട കാത്തു ഉമ്മൻചാണ്ടി. ആന്റണി ഡൽഹിയിലേക്ക് കളം മാറ്റിയപ്പോൾ Aയുടെ അമരത്ത് അദ്ദേഹം എത്തി. ഗ്രൂപ്പുകൾ തമ്മിലടിച്ച 90കളിൽ കരുണാകരന് ഒത്ത പ്രതിയോഗിയായി. 94 MA കുട്ടപ്പന് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചപ്പോൾ കരുണാകരനെ വെല്ലുവിളിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചു. ചാരക്കേസിൽ കരുണാകരൻ ആരോപണ വിധേയനായപ്പോൾ A ഗ്രൂപ്പ് പ്രതിസ്ഥാനത്ത് നിർത്തിയത് ഉമ്മൻചാണ്ടിയെയായിരുന്നു. 34-ാം വയസ്സിൽ K കരുണാകരന്റെ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണാധികാരി എന്ന നിലയിലുള്ള അരങ്ങേറ്റം. തൊഴിലില്ലാത്തവർക്ക് വേതനം നൽകുന്ന പദ്ധതിക്ക് ഈ കാലയളവിൽ തുടക്കം കുറിച്ചു. അതൊരു വിപ്ലവമായിരുന്നു. 78-ൽ ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ മന്ത്രിയായി തുടർന്നു. 81-ൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി. പോലീസ് യൂണിഫോം പദ്ധതി ഉൾപ്പെടെ വേറിട്ട ആശയങ്ങൾ നടപ്പിലാക്കി. പിന്നീട് 91-ൽ കരുണാകരൻ മന്ത്രിസഭയിൽ ധനമന്ത്രി. കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം മന്ത്രിസഭയിൽ അനിവാര്യ സാന്നിധ്യമായി അദ്ദേഹം മാറി. 2004-ൽ ലോക്സഭ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആന്റണി രാജിവെച്ചപ്പോൾ നിയോഗം പോലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി. കൂടാതെ ഉമ്മൻചാണ്ടിയുടെ ഔട്ട് ഓഫ് അജണ്ടയിൽ കരുപിടിപ്പിച്ച ജീവിതങ്ങൾ നിരവധിയാണ്. ആൾക്കൂട്ടങ്ങളുടെ നേതാവിന് കൊടിയുടെ നിറമോ പ്രത്യയശാസ്ത്ര വ്യത്യാസമോ ഒന്നും പ്രശ്നമായിരുന്നില്ല. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയിലെ നേതാവ് ഊട്ടിയുറപ്പിച്ചൊരു കാര്യം ഇതാണ്: അന്നം മുതൽ പാർപ്പിടം വരെ ജനക്ഷേമമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1 രൂപയ്ക്ക് 1 കിലോ അരി, 20 ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ്, എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ്, ഇങ്ങനെ നീളുന്നു വേറിട്ട നേതാവ് വിഭാവനം ചെയ്ത ക്ഷേമ പദ്ധതികൾ. ഗ്രൂപ്പുകളുടെ തമ്മിലടിയിലും അടിമുടി കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹം. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിവാദങ്ങൾ പൂമാലകളായിരുന്നു അദ്ദേഹത്തിലെ രാഷ്ട്രതന്ത്രജ്ഞന്. 94-ൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ISRO ചാരക്കേസിൽ IG രമൺ ശ്രീവാസ്തവയെ മുഖ്യമന്ത്രി രക്ഷിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ കോളിളക്കമുണ്ടാക്കി. തീരുന്നില്ല. 2013 അദ്ദേഹത്തെ പിടിച്ചുലച്ച സോളാർ വിവാദം. വേട്ടയാടപ്പെട്ട ദിനങ്ങൾ. മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടാനെന്ത്? പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി ചേർത്തതാണെന്ന വെളിപ്പെടുത്തൽ കളങ്കമില്ലാത്ത പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മാറ്റുകൂട്ടി. 2006-ൽ മുഖ്യമന്ത്രിയായിരിക്കെ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും പങ്കെടുത്ത ആദ്യ മുഖ്യമന്ത്രി എന്ന പെരുമ അദ്ദേഹത്തിന് സ്വന്തമായി. 2013-ൽ ഏഷ്യ പസഫിക് മേഖലയിൽ പൊതുസേവന രംഗത്തെ അഴിമതി തടയുന്നതിനും നേരിടുന്നതിനും യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡ്
ലഭിച്ചു. ട്രെയിനിലെ സ്ലീപ്പർ ക്ലാസ് സീറ്റിൽ ചാഞ്ഞുറങ്ങി നാട്യങ്ങളില്ലാതെ VIP പരിഗണന ലഭിക്കണമെന്ന് ഒരൽപ്പം പോലും വാശി പിടിക്കാതെ വേറിട്ട വഴിയിലൂടെ നടന്ന പുതുപ്പള്ളിയുടെ നേതാവ്. കുഞ്ഞൂഞ്ഞിനെ അടയാളപ്പെടുത്തുന്നത് മുഷിയാത്തതെങ്കിലും തുളവീണതും ചുളുങ്ങിയതുമായ ഖദർ ഷർട്ടാണ്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും ഇത്രയധികം മൂല്യമേകിയ മറ്റൊരു വ്യക്തിയില്ല. 2023 ജൂലൈ 18 പുതുപ്പള്ളിയെ ഒറ്റയ്ക്കാക്കി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ അതികായൻ അനശ്വരതയിലാണ്ടു.